നമസ്കാരം. ഫെബ്രുവരി 28-ന് ടെഹ്റാൻ നഗരത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയാണ്. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും അതേ ആക്രമണത്തിൽ മരിച്ചുവെന്നുമായിരുന്നു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഖമേനിയുടെ ഭാര്യ ജീവനോടെ ഉണ്ടെന്നും മരണവാർത്തകൾ തെറ്റാണെന്നും വ്യക്തമാക്കി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ആക്രമണത്തിനു ശേഷം തന്റെ ആദ്യത്തെ പൊതു പ്രസ്താവന നടത്തിയതിനു പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട്. ഇസ്രായേൽ US ആക്രമണത്തിനു ശേഷം പിതാവിന്റെ മൃതദേഹം നേരിട്ട് കണ്ടതായി മുജ്തബ ഖമേനി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. വ്യോമാക്രമണത്തിൽ തന്റെ ഭാര്യ, സഹോദരിമാരിൽ ഒരാൾ, അനന്തരവൾ, മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് എന്നിവരുൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായും അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു. അലി ഖമേനിയുടെ ഭാര്യ ആക്രമണത്തിൽ മരിച്ചുവെന്ന് അവകാശപ്പെടുന്ന മുൻ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ എന്നാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് മേഖലയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ട്. മാസങ്ങൾ നീണ്ടുനിന്ന ഇന്റലിജൻസ് ട്രാക്കിങ്ങിനും വർഷങ്ങളുടെ രഹസ്യ നിരീക്ഷണത്തിനും ശേഷം ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങളിൽ ഖമേനിയും ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ സ്ഥാപനങ്ങളിലെ നിരവധി മുതിർന്ന വ്യക്തികളും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം രൂക്ഷമായി. ടെഹ്റാനിലെ ചില സുരക്ഷാ കേന്ദ്രങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും സമീപം സ്ഫോടക ശബ്ദങ്ങൾ കേട്ടുവെന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വേഗത്തിൽ പ്രചരിച്ചു. തുടർന്ന് ചില വിദേശ മാധ്യമങ്ങൾ ഖമേനിയുടെ താമസ സ്ഥലത്തിന് സമീപം വലിയ ആക്രമണം നടന്നുവെന്നും അതിൽ അദ്ദേഹവും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടുവെന്നുമുള്ള വാർത്തകൾ പുറത്തുവിട്ടു. ഇതിൽ ഖമേനിയുടെ ഭാര്യയും മരണപ്പെട്ടുവെന്ന വാർത്തകൾ ഏറെ വേഗത്തിൽ പ്രചരിച്ചു. എന്നാൽ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെയും ചില വിദേശ മാധ്യമങ്ങളിലൂടെയും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വ്യാപകമായി പ്രചരിച്ചതാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് കാരണമായതെന്നും തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെ ബാധിക്കാമെന്നതിനാൽ ജനങ്ങൾ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നുമാണ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വികസനം ഖമേനിയുടെ മകനായ മുജ്തബ ഖമേനി നടത്തിയ ആദ്യ പൊതുപ്രസ്താവനയാണ്. ആക്രമണത്തിന് ശേഷം രാജ്യത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. തന്റെ പ്രസ്താവനയിൽ ഇറാന്റെ ദേശീയ സുരക്ഷയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ രാജ്യം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മുജ്തബ ഖമേനിയുടെ പ്രസ്താവന പുറത്തു വന്നതോടെ ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ശ്രദ്ധ വീണ്ടും വർദ്ധിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ചും രാഷ്ട്രീയ ദിശയെക്കുറിച്ചും നിരവധി നിരീക്ഷകർ വിലയിരുത്തലുകൾ നടത്തുകയാണ്. ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സ്ഥാനമായതിനാൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യമുള്ളവയാണ്. ഫെബ്രുവരി 27-ലെ ആക്രമണവുമായി ബന്ധപ്പെട്ട ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളും പിന്നീട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ നൽകിയ വിശദീകരണവും തമ്മിൽ വലിയ വ്യത്യാസമാണ് കാണപ്പെടുന്നത്. ഖമേനിയുടെ ഭാര്യ ജീവനോടെ ഉണ്ടെന്ന പുതിയ റിപ്പോർട്ട് ചില അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടിട്ടുണ്ടെങ്കിലും ആക്രമണത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലവും അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങളും സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവ വികാസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രധാന ചോദ്യം എല്ലാവരും ഉയർത്തുന്നുമുണ്ട്. ഇത് മാത്രമാണ്, ഖമേനിയും ജീവനോടെ ഇനിയുണ്ടോ?